വായനയുടെയും വായനാശീലത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതി ജൂൺ 19 മുതൽ നാം ആഘോഷിച്ച് ഈ വായനാവാരം ഇവിടെ സമാപിക്കുമ്പോൾ ഇന്നിവിടെ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ത്യയിൽ ഒരു വർഷം ഏതാണ്ട് 1.5 ലക്ഷം കുട്ടികൾ സ്കൂളിൽ പോകാൻ സാഹചര്യങ്ങളുടെ പരിധിയിൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ടെന്നാണ് കണക്ക്. അങ്ങനെ വരുമ്പോൾ ഒന്നും അറിയാതെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഒരുക്കി തരുന്നു. അതിനുവേണ്ടി ഒരുപാട് അധ്യാപകരെയും കെട്ടിടങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്ക് ഒരുക്കി തരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ബാധ്യതകളാണ്. അതായത് നിങ്ങളുടെ വീട്ടിലെ പരിസരത്ത് തന്നെ പല കുട്ടികളും ഇപ്പോഴും ഒരു ബുക്ക് കഴിക്കണം എന്ന് അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് അച്ഛ അമ്മ എന്ന് വിളിക്കണം. നിങ്ങൾ ഒരു ബസ് പിടിച്ച് ബസ് ചാർജ് കിട്ടണമെങ്കിൽ പൈസ ചോദിച്ച് മേടിക്കണം. നല്ലൊരു ഉടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയത്ത് വീട്ടിൽ കൊടുക്കും. പക്ഷേ കാരണം അച്ഛനെ അമ്മയുടെ ചിലപ്പോൾ പൈസ അറിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഈ ഒന്നും അറിയാതെ നിങ്ങളുടെ ഈ വിദ്യാഭ്യാസം നടത്തി തരുന്നത് എന്തിനാണെന്ന് നിങ്ങളുടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വർഷം പുതിയതായിട്ട് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളായിരിക്കും ഈ ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ആ ഇത് ഈ വർഷം പുതിയതായിട്ട് കേരളത്തിലുള്ള നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് 10 ദിവസത്തേക്ക് സന്തോഷമോ സന്തോഷം. നമ്മൾ ഒരു ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്നെ കേൾക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ വിട്ടില്ല. ഞാൻ പറയുന്നവരുടെ സംസാരിക്കാൻ പോലും ഞാൻ വിട്ടില്ല. പിടിക്കുന്നില്ല. ഇതൊരു സ്ട്രിക്റ്റ് പരിപാടികളല്ല. നമ്മളൊരു മാസത്തെ സാധാരണ സീരിയസ് ക്ലാസ്സുകളാണ്. നമ്മളൊരു ഒരു ഇൻട്രാക്ഷൻ സംഭാഷണം ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ലീഡറായിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കൂട്ടത്തിലെ വീട്ടിൽ എല്ലാവരും കൂടെ വട്ടം കൊടുക്കണം, എല്ലാവരും വട്ടം കൊടുക്കുന്ന ആഗ്രഹിക്കുന്ന ഉണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങളുടെ ഏറ്റവും ശ്രദ്ധ ചെയ്യുന്ന ഒരാളുണ്ട്. ഉണ്ടാവുമോ? ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളൊരു പക്കത്തേക്ക് കൂടെ ഇരിക്കട്ടെ. ഇത് കളിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ക്യാപ്റ്റനാണെന്ന് അങ്ങനെയാണ്. എല്ലാവരും കൂടെ ഒരാളെ കണ്ടുപിടിക്കും. അയാളെ കണ്ടുപിടിക്കാൻ ഇങ്ങോട്ടാണ്. അയാൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട് അല്ലേ? ആ ക്വാളിറ്റി എങ്ങനെ തിരിച്ചറിയുന്നത്? പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം. പക്ഷെ അറിയാമെങ്കിൽ ഏത് കഴിവ് നല്ല മസാല joined us after completing his service in the Air Force.
Air Force, Indian Air Force. Have you heard of that? He was a student who completed BA. അത് ഒരു വലിയ റെക്കോർഡാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഏറ്റവും ആദ്യം ഒരു സ്റ്റുഡന്റ് ആയിട്ടിരുന്നുണ്ട്. ആദ്യം അവസാനം ഐ തിങ്ക് എയർഫോഴ്സിൽ നിന്നും പെൻഷൻ വാങ്ങിക്കൊണ്ട് വിദ്യാർത്ഥിയായി പഠിച്ച വ്യക്തിയാണ് ഈ ചേട്ടായി. ഒരു തെങ്ങിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദായം എടുത്ത തെങ്ങുള്ള വ്യക്തി ഇദ്ദേഹമാണ്. കേരളത്തില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഒരു തെങ്ങിൽ നിന്ന് ഉത്പാദിപ്പിച്ചത് ചേട്ടായി താമസിക്കുന്ന എവിടെയാണെന്നറിയോ? മരട്, കൊച്ചി. അവിടെ ചേട്ടായുടെ വീട്ടിലുള്ള തെങ്ങിൽ നിന്നും 506 തേങ്ങ വിളവെടുക്കും. നമുക്ക് ഇൻഡസ്ട്രി എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ പേഴ്സണൽ ലെറ്റേഴ്സിന്റെ കളക്ഷനുള്ള വ്യക്തി അതും ചേട്ടായിയാണ്. 4000 കത്ത്. അതിനകത്ത് ആ കത്തുകളുടെ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേക തരത്തിലുള്ള കത്താണ്. എന്താണെന്നറിയോ? ചേട്ടായിയുടെ ഭാര്യ ചേട്ടായി 3ാം ക്ലാസ് കഴിഞ്ഞ് പരിചയപ്പെട്ട ആളാണ്. 3ാം ക്ലാസ് എഴുതിയ കത്തുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര കത്തുണ്ട്? 500ഓളം. അങ്ങനെ 3 എല്ലാം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ആണ്. ഓരോ പ്രവർത്തനവും സൂക്ഷ്മമായി ചെയ്ത എന്തിനും ഏതിനും എല്ലായ്പ്പോഴും നമ്മളൊപ്പമുള്ള ഉമേശൻ സാറെ ഒരുപാട് സ്നേഹം. ഒരാഴ്ചക്കാലം വായനയുടെ വാതായനങ്ങൾ തുറന്നിട്ടപ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ നയിച്ച എന്റെ പ്രിയ സഹപ്രവർത്തകരെ ഒരുപാട് ഇഷ്ടം. ഈ പ്രോഗ്രാമിന്റെ ഫോട്ടോ എടുത്തു തന്ന സ്കൂളിന്റെ നിശ്ചല ചിത്ര സംവിധായകൻ രാകേഷ് സാറിനും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളോടുമുള്ള എന്റെ സ്നേഹം ഞാനിവിടെ കുറിക്കുന്നു. എന്റെ കുട്ടികളെ, നിങ്ങളെ ചേർത്ത് വയ്ക്കാതെ വഴിയല്ലോ. ഞങ്ങൾ എന്ത് ചിന്തിച്ചാലും അത് നടപ്പിലാക്കി തരുന്ന, ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരാറുള്ള ഞങ്ങളുടെ കുട്ടികൾ, CCA ക്യാപ്റ്റന്മാർ, ഹൗസ് ക്യാപ്റ്റന്മാർ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒരുപാട് നന്ദി. എല്ലാവർക്കും വിട്ടുപോയവർക്കും കാലത്തിനും നന്ദി, നിമിഷങ്ങൾ കടന്നെന്ന ദൈവത്തിനും നന്ദി. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.